രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ട് ചന്ദ്രബാബു നായിഡു ഉയർത്തിവിട്ട തിരുപ്പതി ലഡു വിവാദത്തിൽ ആന്ധ്ര തമിഴ്നാട് താരപ്പോര്. കാർത്തിയെ പിന്തുണച്ചും പവൻ കല്യാണിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചും പ്രകാശ് രാജ്. ഒരു ഭരണാധികാരിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകണമെന്നും ഉപദേശം. പ്രകാശ് രാജ് പവൻ കല്യാണിനെ വിമർശിക്കാനുള്ള കാരണമെന്ത്? തിരുപ്പതി ലഡു വിവാദത്തിലേക്ക് തമിഴകത്തെ വലിച്ചിട്ട സനാതന ധർമ്മവാദിയായ പവൻ കല്യാണിന്റെ ലക്ഷ്യം ഉദയനിധിയോ? YSR കോൺഗ്രസിന്റെ ഭരണകാലത്ത് തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പും മറ്റ് നിലവാരമില്ലാത്ത ചേരുവകളും ഉപയോഗിച്ചെന്നായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം. ആന്ധ്രയിൽ അത് വൻ വിവാദത്തിനും വർഗീയ ധ്രുവീകരണത്തിനും വരെ കാരണമായി. വിവാദം കത്തിയപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണമെന്ന് ആരാഞ്ഞ സുപ്രീം കോടതി ദൈവങ്ങളെയെങ്കിലും രാഷ്ട്രീയ പോരിൽ നിന്നും ഒഴിവാക്കിക്കൂടെ എന്നും ചോദിച്ചു. ഇതിനിടയിലാണ് മെയ്യഴകൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടൻ കാർത്തി ഹൈദരാബാദിലെത്തിയത്. പരിപാടിക്കിടെ ലഡുവിനെ കുറിച്ച് എന്തു തോന്നുന്നുവെന്ന് അവതാരകയുടെ ചോദ്യം. മറുപടി ചിരിയിലൊതുക്കി കാർത്തി. ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ വിവാദ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും കാർത്തി മറുപടി നൽകി. ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ തന്നെ ഇതിനെതിരെ രംഗത്തെത്തി. ചലച്ചിത്ര മേഖലയിലുള്ളവർ സനാതന ധർമ്മത്തെ ഇകഴ്ത്തി പറയരുതെന്നും തിരുപ്പതി ലഡു വിവാദത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും പവൻ കല്യാൺ തുറന്നടിച്ചു. പിന്നാലെ എക്സിലൂടെ മാപ്പ് പറഞ്ഞ കാർത്തി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ക്ഷമ ചോദിച്ചു. നമ്മുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന എളിയ ഭക്തനാണ് താനെന്നും കൂട്ടിച്ചേർക്കാൻ കാർത്തി മറന്നില്ല. ഈ സംഭവത്തിലാണ് പ്രകാശ് രാജ് കാർത്തിയെ പിന്തുണച്ചതും പവൻ കല്യാണിനെ അതിരൂക്ഷമായി വിമർശിച്ചതും. തമിഴ് ചലച്ചിത്ര താരമായ കാർത്തിയോട് ആന്ധ്രയുടെ ആഭ്യന്തര കാര്യത്തിൽ പ്രതികരണം തേടിയത് അനുചിതമായി പോയി എന്ന തിരിച്ചറിവ് പോലും നിങ്ങൾക്കില്ലേ എന്നാണ് പവൻ കല്യാണിനോട് പ്രകാശ് രാജിന്റെ ചോദ്യം. ഒരു ഭരണാധികാരിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. നിങ്ങൾ പ്രതിഷേധിക്കുന്ന കാര്യത്തിൽ ജനം ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജോക്കറാണെന്നാണ് അർത്ഥമെന്നും പ്രകാശ് രാജ് ആഞ്ഞടിച്ചു. തെറ്റ് ചെയ്യാതെ എന്തിന് മാപ്പ് ചോദിച്ചുവെന്ന് കാർത്തിയെ വിമർശിച്ചവർക്കും പ്രകാശ് രാജ് മറുപടി നൽകി. കാർത്തി ഒരു ചലച്ചിത്ര താരമാണ്. സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെ ഒരു വിവാദമുണ്ടായാൽ കാർത്തി എന്ന താരത്തെ മാത്രമല്ല, ആ സിനിമയെയും മൊത്തം അണിയറ പ്രവർത്തകരെയും അത് പ്രതികൂലമായി ബാധിക്കും. അതൊഴിവാക്കാനാണ് കാർത്തി മാപ്പ് പറഞ്ഞതെന്ന് പ്രകാശ് രാജ് പറയുന്നു. പക്ഷേ പവൻ കല്യാണിന്റെ യഥാർത്ഥ ലക്ഷ്യം കാർത്തി ആയിരുന്നില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സനാതന ധർമ്മത്തെ നശിപ്പിക്കാനാകില്ലെന്നും ആരെങ്കിലും അതിനു ശ്രമിച്ചാൽ അവരെ തുടച്ചു നീക്കുമെന്നുമുള്ള പവന്റെ പ്രസ്താവന ഉദയനിധി സ്റ്റാലിനുള്ള മറുപടിയാണെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ വർഷം തമിഴ്നാട് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഡെങ്കി മലേറിയ വൈറസുകളെ പോലെ തുടച്ചു നീക്കപ്പെടേണ്ട ഒന്നാണ് സനാതനധർമ്മമെന്ന് ഉദയനിധി പ്രതികരിച്ചത്. ഉദയനിധി തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായതിനു പിന്നാലെ വീണ്ടും ഇക്കാര്യം ചർച്ചയാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് പവൻ നടത്തുന്നത്. ഇത് തിരിച്ചറിഞ്ഞാണ് പ്രകാശ് രാജും തിരിച്ചടിച്ചത്. ചുരുക്കത്തിൽ തിരുപ്പതി ലഡു വിവാദം മറയാക്കി ഉദയനിധിക്കെതിരെ ഹിന്ദു വികാരം ഇളക്കിവിടാനുള്ള പവൻ കല്യാണിന്റെ നീക്കമാണ് ഇപ്പോൾ കാണുന്നത്. കാത്തിരുന്നു കാണാമെന്ന ഉദയനിധിയുടെ പ്രതികരണത്തിലുമുണ്ട് എല്ലാത്തിനുമുള്ള മറുപടി.